1990 പുറത്തിറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ കൈതപ്രം തിരുമേനി എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം പകർന്ന ദേവസഭാതലം എന്ന ഗാനത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ സംഗീതത്തിൽ എന്നല്ല ലോക സംഗീത ലോകത്തിൽ തന്നെ ഇങ്ങനൊരു ഗാനം ഏതെങ്കിലും സംഗീത സംവിധായകൻ സൃഷ്ടിച്ചു കാണുമോ എന്ന് നമുക്ക് സംശയമാണ്. സിനിമയിൽ രണ്ടു അനന്തൻ നമ്പൂതിരിമാർ തമ്മിലുള്ള സംഗീത മത്സരമാണ് നടക്കുന്നത്. ഒന്ന് അബ്ദുള്ള എന്ന അനന്തൻ നമ്പൂതിരിയും മറ്റൊന്ന് രാമനാട്ടുകര അനന്തൻ നമ്പൂതിരിയും. പക്ഷെ ആ മത്സരത്തിൽ ജയിക്കുന്നത് ഇവർ രണ്ടുപേരുമല്ല, മറിച്ച് സംഗീതം തന്നെയാണ്. അസാധ്യമായ ഒരു ആലാപന ശൈലിയാണ് ദാസേട്ടൻ ഈ ഗാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം കൈതപ്പുറത്തിന് വേണ്ടി രവീന്ദ്രൻ മാഷും നെടുമുടി വേണുവിന് വേണ്ടി അന്ന് സുജിത് വാസുദേവ് എന്ന് അറിയപ്പെട്ടിരുന്ന സംഗീത സംവിധായകൻ ശരത്തും അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടൻ ഈ ഗാനരംഗത്തോട് എത്രമാത്രം നീതി പുലർത്തിയിരിക്കുന്നു എന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനെ പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും. സ്വരങ്ങൾ പാടുമ്പോൾ ലിപ്പ് സിങ്ക് ഒക്കെ പൂർണ്ണമായിരുന്നു ഈ ഗാന ചിത്രീകരണത്തിൽ. 9ഓളം രാഗങ്ങളാണ് രവീന്ദ്രൻ മാഷ് ഈ ഗാനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതായത് സമ്പൂർണ്ണ രാഗങ്ങളും ഔഡവ രാഗങ്ങളും. ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ വീതം ഉള്ള രാഗങ്ങളെ സമ്പൂർണ്ണ രാഗങ്ങൾ എന്നും 5 സ്വരങ്ങൾ വീതം വരുന്ന രാഗങ്ങളെ ഔഡവ രാഗങ്ങൾ എന്നും വിളിക്കുന്നു. ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗങ്ങൾ എല്ലാം തന്നെ ആരോഹണ അവരോഹണ സിമെട്രിക് ആണ്. അതായത് ആരോഹണത്തിലുള്ള സ്വരങ്ങൾ തന്നെ അവരോഹണത്തിലും അന്യസ്വരങ്ങൾ ഒന്നും കടന്നു വരുന്നതുമില്ല. അനന്തൻ നമ്പൂതിരിയായി മോഹൻലാൽ പാടുന്ന രംഗങ്ങൾക്കൊക്കെ ഒരു ഹിന്ദുസ്ഥാനി ചായ രവീന്ദ്രൻ മാഷ് കൊടുക്കുന്നുണ്ട്. അനന്തൻ നമ്പൂതിരി രാഗങ്ങൾക്ക് തുല്യമായ രാഗങ്ങൾ. അതായത് സംഗീതശാസ്ത്രം അനുസരിച്ച് സപ്തസ്വരങ്ങൾക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ഓരോ പക്ഷിമൃഗാദികളിൽ നിന്നാണ് ഈ സപ്തസ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പഞ്ചമം പാടുന്ന കുയിൽ എന്ന് പറയുന്നത് പോലെ കുയിലിൻ്റെ സ്വരത്തിൽ നിന്നാണ് പ എന്ന സ്വരം ഉണ്ടായിട്ടുള്ളത്. ഷഡ്ജം മുതൽ നിഷാദം വരെയുള്ള 7 സ്വരങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും അവ പ്രതിനിധാനം ചെയ്യുന്ന പക്ഷിമൃഗാദിയെയും കുറിച്ചാണ് ദേവസഭാതലം എന്ന ഗാനത്തിലൂടെ പറയുന്നത്. സപ്തസ്വരങ്ങളും അവയ്ക്ക് ആധാരമായ പക്ഷിമൃഗാദികളും അവ ഗാനത്തിൻ്റെ വരികളിൽ വരുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഷഡ്ജം അതായത് മയൂരനാദം സ്വരമായി, ഋഷഭം അതായത് കാള, ഋഷഭ സ്വരങ്ങളാൽ പൗരുഷമേകും, ഗാന്ധാരം അതായത് ആട്, അജ രവ ഗാന്ധാരം, മധ്യമം ക്രൗഞ്ച പക്ഷി, ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും, പഞ്ചമം കുയിൽ, പഞ്ചമം വസന്ത കോകില സ്വനം, ദൈവതം കുതിര അശ്വരവങ്ങൾ, ആജ്ഞാചക്രത്തിൽ ഉണർത്തും നിഷാദം ആന അതായത് ഗജമുഖനാദം സാന്ത്വനഭാവം. ഹിന്ദോളം മുതൽ രേവതി വരെ 9 രാഗങ്ങളാണ് രവീന്ദ്രൻ മാഷ് ഈ ഗാനം കമ്പോസ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം തോടിയും ഹിന്ദോളവും ഒക്കെ തിരഞ്ഞെടുത്തു എന്ന് രവീന്ദ്രൻ മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദോളം, തോടി, പന്തുവരാളി, ആബോഗി, മോഹനം, ഷൺമുഖപ്രിയ, കല്യാണി, ചക്രവാകം, രേവതി. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം, അത് മോഹൻലാൽ പാടുന്നതാണ്. രാഗം ഹിന്ദോളം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാതരം, ഇത് കൈതർപ്പം പാടുന്നതാണ്. രാഗം തോടി ഷഡ്ജം, രാഗം പന്തുവരാളി.